റിയൽമിയുടെ റിയൽമി V11 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് റിയൽമിയുടെ അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വരുന്ന 5G ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി V11 5G എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ റിയൽമി V11 5Gയിൽ 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫോണിൽ HD റെസൊല്യൂഷനിലുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. IPS LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ ഏകദേശം 88.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 186 ഗ്രാമാണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.4 mm ആണ്. പിന്നെ ഈ ഫോൺ ഇപ്പോൾ 2 കളർ വേരിയൻസിലാണ് ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വൈബ്രൻറ്റ് ബ്ലൂവും അതുപോലെ തന്നെ ക്വൈറ്റ് ഗ്രേയും. പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 700 എന്ന പ്രൊസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു പ്രൊസസ്സറിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 13,000-14,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് അത്യാവശ്യം നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമാണ് വരുന്നത്. 6GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും വരുന്നുണ്ട്. 2 വെർഷൻസിലും 128GB ഇൻറ്റേർണലാണ് വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി UI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 2 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 13 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനയിൽ മാത്രമാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് 1199 യുവാനാണ്. അതായത് ഏകദേശം 13,500 രൂപ. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം റിയൽമി V15 5G എന്ന ഫോൺ റീബ്രാൻഡ് ചെയ്തിട്ടാണ് റിയൽമി X7 എന്ന പേരിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലൈറ്റ് വെർഷൻ ആയിട്ടുള്ള ഫോണാണ് റിയൽമി V11 5G എന്ന ഫോണ്. അപ്പോൾ ആ ഒരു ഫോണും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു 5G ഫോണാണ് റിയൽമി V11 5G എന്ന ഫോണ്. അല്ലാതെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 5G ഫോൺ എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.